ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശു ദൈവത്തിൻ്റെ രാജ്യം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വരുന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. പിന്നീട് യേശു ഗലീലി കടൽ തീരത്തുകൂടി നടന്നു പോകുമ്പോൾ ശെമയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. അവർ കടലിൽ വലയിടുകയായിരുന്നു. യേശു അവരോട് പറയുന്നു, എന്നെ അനുഗമിക്കുക. ഉടനെ തന്നെ അവർ എല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ അനുഗമിക്കുന്നു. പിന്നീട് സെബെദീപുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും അവിടുന്ന് കാണുന്നു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു. അവൻ അവരോട് പറയുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കുക. ഉടനെ പിതാവിനെയും വഞ്ചിയെയും വലയെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവരും യേശുവിൻ്റെ പിന്നാലെ പുറപ്പെടുന്നു. ഈ ഒരു സുവിശേഷ ഭാഗത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന് മനസാന്തരത്തെക്കുറിച്ച്, രണ്ടാമത്തേത് ശിഷ്യത്വത്തെക്കുറിച്ച്. പരസ്പര പൂരകങ്ങളായ രണ്ട് കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈ രണ്ട് കാര്യങ്ങളും കടന്നു വരുന്നത്. ഏറ്റവും ആദ്യമായി എഴുതപ്പെട്ട മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭ ഭാഗത്ത് യേശുവിൻ്റെ ആദ്യത്തെ വചസ്സുകളാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ കേൾക്കുക. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നിനിവേ നിവാസികളുടെ അനുതാപത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേൾക്കുക. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം യോന നിനിവേ നഗരത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് മനസാന്തരം പ്രഘോഷിക്കുന്നുണ്ട്. മനസാന്തരപ്പെട്ടില്ലെങ്കിൽ 40 ദിവസം കഴിയുമ്പോൾ നിനിവേ നശിപ്പിക്കപ്പെടും എന്ന് യോന വിളിച്ചു പറയുന്നു. യോനായുടെ വചനം കേട്ട് അവർ മനസാന്തരപ്പെടുന്നുണ്ട്. ചെറിയവരും വലിയവരുമായ എല്ലാവരും ചാക്കുടുത്ത് ചാരം പൂശി അനുതാപത്തിലേക്ക് വരുന്നു. അവരുടെ ദുഷ്ടതയിൽ നിന്നും അവർ പിന്മാറിയെന്ന് കാണുമ്പോൾ ദൈവം മനസ്സ് മാറ്റി അവരെ ശിക്ഷിക്കാതെ വിടുന്നു. ഇപ്രകാരമുള്ള ഒരു മനസാന്തരത്തെക്കുറിച്ചല്ല ഇന്നത്തെ സുവിശേഷം പറയുക. യോഹന്നാൻ മനസാന്തരത്തെക്കുറിച്ച് പ്രഘോഷിക്കുകയും ജനങ്ങളുടെ തിന്മയിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുക. യോഹന്നാൻ പിന്നീട് ബന്ധനസ്ഥനായി എന്ന് കേൾക്കുമ്പോൾ യേശുനാഥൻ മനസാന്തരത്തിൻ്റെ സന്ദേശവുമായിട്ട് കടന്നു വരുന്നു. ഇവിടെ സുവിശേഷത്തിൽ യേശു പ്രഘോഷിക്കുന്ന മനസാന്തരം ഒരു വ്യക്തിയുടെ പാപാവസ്ഥയിൽ നിന്നുള്ള പിന്മാറലിനെ കുറിച്ചല്ല യോഹന്നാൻ പ്രഘോഷിച്ചതുപോലെ. എന്നാൽ യേശു പ്രഘോഷിക്കുന്നത് പുതിയൊരു വീക്ഷണത്തിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ ചുവടുവെപ്പിലിനെ കുറിച്ചാണ്. വിശുദ്ധ അഗസ്റ്റിൻ വളരെ മനോഹരമായൊരു വാചകം പറയുന്നുണ്ട്, ശബ്ദം വചനത്തിന് വഴിമാറിയെന്ന്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമായിരുന്ന, പാപികളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്ന കഠിന പ്രഘോഷണമായിരുന്ന യോഹന്നാൻ്റെ ശബ്ദം ജീവിതത്തിന് പുതിയ ഒരു ചക്രവാളവും പുതിയൊരു ദിശാബോധവും നൽകുന്ന വചനത്തിന് വഴിമാറി കൊടുക്കുന്നു എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുക. ഇവിടെ മാനസാന്തരത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം മെഥാനോയ്യ എന്നാണ്. മെഥാനോയ്യ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ മാറ്റം, നമ്മുടെ ചിന്താഗതിയുടെ മാറ്റം, നമ്മുടെ കാഴ്ചപ്പാടുകളുടെ മാറ്റം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ലോക കാഴ്ചപ്പാടുകൾക്കും അപ്പുറമായിട്ടും മനസ്സിൻ്റെ ചിന്തകൾ മാറ്റുക, കാഴ്ചപ്പാടുകൾ മാറ്റുക നമ്മൾക്കെപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ ദുശ്ശീലങ്ങളിൽ നിന്നും കരകയറുവാനായിട്ട് എളുപ്പമാണ്. മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി അയാൾക്കത് സാധിക്കും. എന്നാൽ ഒരു വ്യക്തിയുടെ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ബോധ്യങ്ങളിൽ നിന്നുമൊക്കെ വഴിമാറിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് ദുഷ്കരമായ കാര്യമാണ്. ഇപ്രകാരമുള്ള ഒരു വഴിമാറ്റത്തെക്കുറിച്ചാണ് കർത്താവ് നമ്മോട് പറയുക. യേശുനാഥൻ പറയുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുകയെന്ന്. സുവിശേഷം എന്നാൽ ആദ്യകാലങ്ങളിൽ ആ ഒരു വാക്കുപയോഗിച്ചിരുന്നത് ഒരു രാജാവിന് ഒരു പുത്രൻ ജനിക്കുമ്പോൾ അതൊരു സുവിശേഷമായി പ്രഘോഷിച്ചിരുന്നു. ഒരു വലിയ യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോൾ അതൊരു സുവിശേഷമായി പ്രഘോഷിച്ചിരുന്നു. എന്നാൽ യേശു നൽകുന്ന സുവിശേഷത്തിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെയാണ് യഥാർത്ഥമായ മനസാന്തരത്തിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാൻ സാധിക്കുക.
യേശു പറയുന്ന സുവിശേഷം അതൊരു ആനന്ദമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരുന്ന ഒരു ആനന്ദം. യേശുവിൻ്റെ സുവിശേഷ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പുതിയൊരു ജീവിത രീതി. ഈ ഒരു ജീവിത രീതിയിലേക്ക് തൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ ക്ഷണിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നമ്മളിന്ന് കാണുക. സ്നാപകയോഹന്നാൻ മരുഭൂമിയിൽ കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചു. സ്നാപകയോഹന്നാൻ്റെ അടുക്കിലേക്ക് മരുഭൂമിയിലേക്ക് കടന്നു ചെല്ലുന്ന ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യേശുനാഥൻ ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നു. നമ്മുടെ വഴിയോരങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരുന്നു. വിശുദ്ധ അഗസ്ത്യൻ പറയുന്നുണ്ട്, കടന്നു പോകുന്ന ദൈവത്തെ ഭയപ്പെടുവിനെന്ന്. നമ്മുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ആനന്ദമായി കടന്നു വരുന്ന യേശുവിനെ സ്വീകരിക്കാനായി നമുക്ക് സാധിക്കട്ടെ. ദൈവമായിട്ടുള്ള കണ്ടുമുട്ടലിൻ്റെ ലാളിത്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം കൂടുതലായി പറയുക. ദൈവത്തെ കണ്ടുമുട്ടുന്നത് വളരെ ലളിതമായിട്ടാണ്. സുവിശേഷം പറയുന്നു, യേശു കണ്ടു എന്ന്. യേശുവിൻ്റെ നയനങ്ങൾ അവരിൽ കേന്ദ്രീകരിച്ചു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, അവർ എല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ പിന്തുടർന്നു. ഇത്രമാത്രം ലളിതമായ ഒരു രീതിയിലാണ് യേശുവിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. അവിടുന്ന് നമ്മെ കാണുന്നു, നമ്മെ മനസ്സിലാക്കുന്നു. പിന്നീട് നമ്മളാണ് അവിടുത്തെ അനുഗമിക്കുന്നത്. യേശുവിൻ്റെ ആദ്യത്തെ 4 ശിഷ്യന്മാരും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ പിന്നാലെ പുറപ്പെട്ടു എന്നാണ് പറയുക. ഇവിടെ വൈദിക ജീവിതത്തിലേക്കും സന്യസ്ത ജീവിതത്തിലേക്കും മറ്റ് സമർപ്പണ ജീവിതത്തിലേക്കുമൊക്കെയുള്ള ഒരു ദൈവവിളിയെക്കുറിച്ചല്ല പറയുക. മറിച്ച് യേശുവിൻ്റെ സുവിശേഷമാകുന്ന ആനന്ദത്തിലേക്ക്, പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുക. ഇപ്രകാരം നമ്മുടേതായ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വേണം കർത്താവിൻ്റെ പക്കലേക്ക് കടന്നു വരുവാനായിട്ട്. വയലിൽ നിധി കണ്ടെത്തുന്ന മനുഷ്യൻ അത് സ്വന്തമാക്കുന്നതിന് വേണ്ടി പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് പിന്നീട് വന്ന് ആ നിധി സ്വന്തമാക്കുന്നു. ഇപ്രകാരം ദൈവികമല്ലാത്ത എല്ലാ കാര്യങ്ങളെയും വിട്ടുപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷത്തിലേക്ക്, കർത്താവ് നമുക്ക് പകർന്നു നൽകുന്ന പുതിയൊരു ജീവിത ശൈലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതാണ് യഥാർത്ഥമായ ശിഷ്യത്വം. രാജസദസ്സിലേക്ക് അലസമായി വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരുന്നുണ്ട്. അയാൾ കടന്നു വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീഠത്തിലിരിക്കുന്നു. അപ്പോൾ നെറ്റി ചുളിച്ചുകൊണ്ട് രാജാവ് അയാളോട് ചോദിക്കുന്നുണ്ട്, ആർ യു എ മിനിസ്റ്റർ? നീ ഒരു മന്ത്രിയാണോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നോ, ഐ ആം ബിയോണ്ട് ദാറ്റ്, ഞാൻ അതിക്കും മേലെയാണ്. അപ്പോൾ രാജാവ് കളിയാക്കിക്കൊണ്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, ആർ യു എ കിങ്? അപ്പോൾ അയാൾ മറുപടി പറയുന്നു, നോ, ഐ ആം ബിയോണ്ട് ദാറ്റ്. കുപിതനായ രാജാവ് അയാളോട് ആക്രോശിക്കുകയാണ്, നത്തിങ് ഈസ് ബിയോണ്ട് മീ. അപ്പോൾ അയാൾ മറുപടി പറയുന്നുണ്ട്, ദാറ്റ് നത്തിങ് ഈസ് മീ. നമ്മൾ സാധാരണ പറഞ്ഞ് കേൾക്കാറുണ്ട് നത്തിങ് ഈസ് റിയൽ എന്ന്. ശൂന്യതയാണ് ഉണ്മ എന്ന അർത്ഥം കൂടി അതിനുണ്ട്. ഇപ്രകാരം യഥാർത്ഥമായ ഉണ്മയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ആഹ്വാനമായിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മുന്നിലായിരിക്കുക. ആയിരിക്കുക എന്നതിനേക്കാൾ കൂടുതൽ മനോഹരമാണ് ആയിത്തീരുക എന്നുള്ളത്. ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ബീയിങ്, എന്നാൽ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ ബിക്കമിങ് ആണ്. നമ്മൾ അറിയുന്നതിൻ്റെ, ഉടലാകുന്നതിൻ്റെ ആനന്ദത്തെക്കുറിച്ചാണ് അവിടെ പറയുക. നമ്മൾ യേശുവിനെ അനുഗമിക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗമായി തീരാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ബിക്കമിങ്ങിലാണ് നമ്മുടെ യഥാർത്ഥമായ ജീവിതത്തിൻ്റെ സന്തോഷമിരിക്കുക. ശിഷ്യത്വത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട 2 പ്രധാനപ്പെട്ട ബോധ്യങ്ങളുണ്ട്. ഒന്ന്, ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യവും തീവ്രതയുമാണ്. രണ്ടാമത്തേത്, ശിഷ്യത്വത്തിൻ്റെ പാതയിൽ നമ്മോട് കൂടെയുള്ളവരുടെ ആത്മാർത്ഥതയിലുള്ള വിശ്വാസവും. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കുവാനും ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർക്കുവാനും നമുക്ക് സാധിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശുനാഥൻ നമുക്ക് നൽകുന്ന മനസാന്തരത്തിൻ്റെ സന്ദേശം, അത് നമ്മുടെ മനസ്സിൻ്റെ മാറ്റമാണ്. പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കണം. യേശുനാഥൻ തൻ്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് നൽകിയ പുതിയ വെട്ടം, അത് നമ്മുടെ ജീവിതത്തിലും അനുകരിക്കാൻ നമുക്കാകട്ടെ. യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ അനുഗമിക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.